ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ്. ഈ കാണുന്നതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പാർക്ക് ഉണ്ട്, ലുംബിനി പാർക്ക്. അപ്പൊ ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇതിലും വഴിയാണ് കയറുന്നത്. ഇവിടെ അത്യാവശ്യം ക്രൗഡ് ആവുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ, അതായത് രാത്രിയാകുമ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വരും. വന്ന് ഇവിടെ ഫാമിലി ആയിട്ടാണേലും പിന്നെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ആളുകൾ വന്ന് പോകുന്നുണ്ട് ഇവിടെ. ഇവിടെ മൊത്തം സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ അതെ ഇവിടെ ഓരോ ബ്രെഡ് ഓംലേറ്റ്, അങ്ങനെ നമ്മുടെ മാങ്ങയാണ് കിടക്കുന്നത്. അങ്ങനത്തെ ഓരോരോ കടകളാണ് ഇവിടെ ഉള്ളത്. നമ്മളങ്ങനെ കുറെ ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കുവാണ്. ഞങ്ങൾ ഈ പാർക്കിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇനി ഇവിടെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. പറയോ, നീ ഇവിടെ ആദ്യമായിട്ടല്ലോ ഒന്ന്? അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. വ്ളോഗ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടല്ല, കൊറേ വർഷം വന്നിട്ടുണ്ട് ഇവിടെ. ബിനിലൊക്കെ ഇവിടെ കുറെ വർഷം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ അത്യാവശ്യം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ അഡൾട്ടിന് 20 രൂപ കേട്ടോ, 20 rupees. അപ്പൊ 6 ടിക്കറ്റ് എടുക്കണം ഞങ്ങൾക്ക്. ബൈ 6. അങ്ങനെ എന്റെ അകത്തോട്ട് എൻട്രി ആകുവാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് എൻട്രി ആകാൻ. ഇത് കണ്ട ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അടിപൊളിയാണ്. നമുക്ക് അതിന്റെ അകത്തൂടി ഇങ്ങനെ നടന്നു വരാൻ കേട്ടോ. ടാറ്റു അടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. പെർമനന്റ് ആണെന്ന് തോന്നണ്ട, പെർമനന്റ് ആയിട്ട് അടിക്കും, ടെമ്പററി ആയിട്ട് അടിക്കും. ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവര് നമുക്ക് കപ്പിലും പിന്നെ ഓരോ ഫ്രെയിമായിട്ടൊക്കെ ചെയ്തു തന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു തരും. കണ്ട നിസാര പൈസ കേട്ടോ, 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു തരും. പിന്നെ ഇവിടെ കുറച്ച് ലേഡീസിന്റെ മാല, കമ്മൽ, അങ്ങനത്തെ ചെറിയൊരു കട. അങ്ങോട്ട് മൊത്തം അതാണ് കേട്ടോ, ലേഡീസിന്റെയും പിന്നെ പിള്ളേരുടെയൊക്കെ ഓരോ കടകളും അതൊക്കെയാണ് ഈ സൈഡിൽ മൊത്തം. ചെറിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ. സമൂസ, പാനിപ്പൂരി, പിന്നെന്തുവാ ബർഗർ, അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ഇവിടെ കിട്ടും നമുക്ക്. പിന്നെ ഡ്രിങ്ക്സും ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ട്, ബേൽപൂരിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് തെലങ്കാന ടൂറിസത്തിന്റെ ബോട്ടിംഗ് ആണ്. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 3-4 ബോട്ടുണ്ട്. ഒന്ന് ഒരു DJ ബോട്ടുണ്ട്, പിന്നെ ഒരു ബുദ്ധനെ കാണാൻ വേണ്ടി പോകുന്ന ബോട്ടുണ്ട്. ഇതൊക്കെ ഇതെന്ത് സാധനം? രാജഹംസ തെലങ്കാന ടൂറിസം. സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. ആ കാണുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്, അത് ബുദ്ധനാണ്. ബുദ്ധന്റെ സ്റ്റാച്യു ആണ്. നമ്മൾ ഇന്ന് അവിടെ പോകും. അങ്ങനെ നമ്മൾ ആ കാണുന്ന ബുദ്ധനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇനിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോ ബോട്ടിൽ കയറണം. ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 6 പേരുണ്ട് കേട്ടോ. 6 പേര്, ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞാനങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുവാണ്. എടാ ഒരു കമ്പനിക്ക് വിടുന്നില്ല. അങ്ങനെ ബിനില് നമ്മുടെ ബുദ്ധനെ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ടാണ്. അവനോട് വന്നിട്ട് ഒരു 4 വർഷമായി. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവനിവിടെ ഉണ്ടാവത്തില്ല. ഇവൻ വരുന്ന സമയത്ത് പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും പോകാന്ന് വിചാരിച്ച് അങ്ങനെ പോകുവാണ്. അപ്പൊ നേരെ എന്തായാലും പോകുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. എങ്ങനെ പോകുന്നു, ബുദ്ധന്റെ അടുത്ത് എങ്ങനെയാണ് ചെല്ലുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കാണിച്ചു തരാം. ചിലപ്പോൾ ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ മൊത്തം വെള്ളത്തിലാവും.
അല്ലേ? ആ ഒരു ചാൻസ് ഉണ്ട്. മൊത്തം ഇരുള് വെച്ച് കയറുന്നുണ്ട്, മൊത്തം ഇരുള് വെച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിലാവും. ഒരുപാട് വേണ്ട, ബോട്ട് നിറയെ ആൾക്കാരാണ്. എല്ലാവരും ബുദ്ധനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബോട്ട് എടുത്ത് ബോട്ട് സ്റ്റാർട്ടാക്കി നേരെ റിവേഴ്സ് എടുക്കുവാണ്. ഇനി കാണിച്ചു തരാം. പതുക്കെ പതുക്കെ ഓടി അവിടെ ചെല്ലും. നമ്മൾ നേരെ ബുദ്ധന്റെ ആ സ്റ്റാറ്റുവിന്റെ അകത്തോട്ട് കയറും. നമ്മൾ നേരെ ബുദ്ധന്റെ സ്റ്റാച്ചുവിന്റെ അകത്തായിട്ട് കയറുവാണ്. നോക്കുമ്പോ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോ ഭയങ്കര വലിയ സാധനമാണ്. നല്ല ഹൈറ്റില് ഇവിടെ വന്നപ്പോ ഭയങ്കര മഴ വരാൻ പോകുവാണ്. അങ്ങനെ അവര് വിസിലടിക്കുന്നുണ്ട് പെട്ടെന്ന് കയറാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ നടന്ന് എല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വെച്ച്. ഇത് നോക്കി എന്നെ ഹൈറ്റ് ആണോ, എത്ര ഹൈറ്റ് ഉണ്ടാവും, എത്ര അടിയാണെന്നൊന്നും അറിയത്തില്ല. എന്റെ ചുറ്റിനും ഇങ്ങനെയാണ്. ഇത് മൊത്തം കല്ലാണ് കേട്ടോ, കല്ലി കൊത്തി വെച്ചേക്ക്. സെക്രട്ടറിയേറ്റ് എനിക്ക് രക്ഷയില്ല. നല്ല കാറ്റാണ്, മഴയും പെയ്ത് ഓടിക്കോ അങ്ങോട്ട് ഓടിക്കോ. ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓടിയാണ് ബോട്ടിന്റെ അകത്തോട്ട് കയറിയത്. എല്ലാരും നനഞ്ഞു, ഞാൻ ഉൾപ്പെടെ നനഞ്ഞു കഴിച്ചു. മഴ മൊത്തത്തിൽ കുളമാക്കി കഴിച്ചു. ഞങ്ങള് ബുദ്ധനെ കാണാണ്ടി പോയി, മൊത്തം വെള്ളത്തിലായി. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകുമ്പോൾ